അതായത് 2013 ആം ആദ്മി പാർട്ടി അധികാരത്തിലേക്ക് ആദ്യം വരുന്ന സമയത്ത് ദില്ലിയിൽ ഈ ജനകീയമായൊരു സത്യപ്രതിജ്ഞാ ചടങ്ങാണ് നടക്കുന്നത്. സാധാരണഗതിയിൽ ഔദ്യോഗിക ചടങ്ങ് എന്നതിനപ്പുറത്ത് ജനകീയമായൊരു സത്യപ്രതിജ്ഞാ ചടങ്ങാണ് നടക്കുന്നത്. കാരണം അതൊരു വലിയ ജനകീയ വിപ്ലവത്തിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് വർത്തമാനകാലത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു മാതൃകയായിരുന്നു ആം ആദ്മി പാർട്ടി. അന്ന് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്ന, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ വഴിത്തിരിവുണ്ടാക്കിയ, ഇതാ ഒരാൾ വന്നിരിക്കുന്നു എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിച്ച അങ്ങനെ ഒരാൾ എന്ന ഒരു വലിയ പ്രതിച്ഛായയിൽ നിൽക്കുകയാണ്. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ആ പ്രസംഗത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ കൈക്കൂലി കൊടുക്കരുത്, ഞങ്ങൾ കൈക്കൂലി വാങ്ങില്ല എന്നല്ല, നിങ്ങൾ കൈക്കൂലി കൊടുക്കരുത്. ഒരു ഫോൺ നമ്പർ പ്രഖ്യാപിക്കുകയാണ്. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് വിളിച്ചറിയിക്കൂ. 2 ദിവസത്തിനുള്ളിൽ അതിന് മറുപടി ഉണ്ടായിരിക്കും. അയാൾ ആ സ്ഥാനത്തുണ്ടാകില്ല. ഓരോ മിനിസ്റ്ററോടും പറയാണ്, നിങ്ങൾ ജനങ്ങളോട് നന്നായി പെരുമാറൂ. അപ്പോൾ ഒരു ആം ആദ്മി, ഞങ്ങളുടേതാണ് സർക്കാർ എന്ന ഓരോ മനുഷ്യനും ഉറപ്പ് നൽകുന്ന ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി, ഒരു പുതിയ പാർട്ടി ഉണ്ടാവുകയാണ്. അത് രാഷ്ട്രീയ പാർട്ടിയല്ല, അത് അരാഷ്ട്രീയതയാണ് അതിൻ്റെ അടിസ്ഥാനം എന്നൊരു വലിയ വിമർശനം ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. അതിൻ്റെ ഒരു പിന്നിലേക്കാണ് ഞാൻ പോകുന്നത്. ഇപ്പം 2013 അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി സർക്കാരും അധികാരത്തിൽ വരുന്നതിന് മുൻപ് നടന്ന ജനകീയ പ്രക്ഷോഭങ്ങളുടെ പ്രായോജകരാരായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഇപ്പം ആം ആദ്മി പാർട്ടി BJPയുടെ ഒരു ടൂൾ എന്ന നിലയ്ക്ക് ഞാൻ അതിനെ കാണുന്നില്ല. ഇപ്പോൾ ഒരു ലെഫ്റ്റ് കാഴ്ചപ്പാടിലൊക്കെ അങ്ങനെയാണ് വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നത്. പക്ഷെ ആ നിലയ്ക്ക് അങ്ങനെ എഴുതി തള്ളുക എന്നതിനപ്പുറത്ത് ആരുടെ ടൂളായി, ആരാണ് ടൂളായി ഉപയോഗിച്ചത് എന്നൊരു ചോദ്യമുണ്ട്.